ആരായിരിക്കാം റയൽ മാഡ്രിഡിൻ്റെ ഏറ്റവും വിശ്വസ്തനായ താരം? ഫെഡെ, വിനീഷ്യസ്, എംബാപ്പെ? നിങ്ങളുടെ മനസ്സിലേക്ക് പല മുഖങ്ങളും വന്നു പോയിരിക്കാം. പക്ഷെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഒരൊറ്റയാനെ പറ്റിയാണ്. തിബോ എന്ന റയലിൻ്റെ വിശ്വാസത്തെ പറ്റി. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ റയലിൽ അയാൾ എവിടെ നിന്നാണ് തുടങ്ങിയതെന്ന്? 2018 എന്ന വർഷം മറക്കാൻ കഴിയില്ല. എല്ലാം നേടിത്തന്ന സിദ്ധാനും ക്രിസ്ത്യാനോയും പടിയിറങ്ങിയ കാലമാണത്. പ്രിയപ്പെട്ടവൻ കേലർ ബെഞ്ചിലിരിക്കുന്നു. ഒപ്പം തോൽവിയിൽ നിന്നും തോൽവികളിലേക്ക് വീഴുന്ന ടീം. അവിടെ ബലിയാടാകാൻ ചിലരെ നമ്മൾ കണ്ടുവച്ചിരുന്നു. അതിൽ പ്രധാനിയായിരുന്നു തിബോ. വാസ്തവത്തിൽ തിബോയുടേത് ഒരു മോശം പെർഫോമൻസ് ആയിരുന്നില്ല. മാത്രവുമല്ല, ലോകകപ്പിൽ ഗോൾഡൻ ഗ്ലോ ഉൾപ്പെടെ നേടിയാണ് തിബോ റയലിൽ വരുന്നത്. പക്ഷെ നമ്മളിൽ പലരും അന്ന് പറഞ്ഞു തിബോയാണ് എല്ലാത്തിനും കാരണം. തിബോ അന്ന് അതിന് മറുപടിയൊന്നും പറഞ്ഞില്ല. പക്ഷെ ഒരു വർഷം കഴിഞ്ഞപ്പോൾ തിബോ ഒരു മറുപടി തന്നു. റയൽ അത്തവണ ലാലീഗ നേടുമ്പോൾ സമോറ ട്രോഫി തിബോ അങ്ങെടുത്തു. അന്ന് 20 ഗോളുകൾ മാത്രം വഴങ്ങിയ തിബോ നടത്തിയത് റയൽ മാഡ്രിഡ് ചരിത്രത്തിലെ തന്നെ മികച്ച പ്രകടനമാണ്. കളി അവിടെ കഴിഞ്ഞില്ല. അതൊരു തുടക്കം മാത്രമായിരുന്നു. 2022 ചാമ്പ്യൻസ് ലീഗ് ഫൈനലിനെ പറ്റി പറയേണ്ടതില്ല. ചാമ്പ്യൻസ് ലീഗ് ചരിത്രത്തിലെ തന്നെ മികച്ച പ്രകടനമാണത്. റയലിലെ ഏതാണ്ട് എല്ലാ സീസണിലും 70 മുകളിലാണ് തിബോയുടെ സേവ് പെർസെൻറ്റേജ്. 113 ക്ലീൻ ഷീറ്റ് ഉണ്ട് തിബോയുടെ പേരിൽ. കളിച്ച 40% മത്സരങ്ങളിലും തിബോ അത് നേടിയിട്ടുണ്ട് എന്നർത്ഥം. അതെത്ര മഹത്തരമാണ് എന്നറിയണമെങ്കിൽ ഒരു നിമിഷം റയലിൻ്റെ ഡിഫൻസിൻ്റെ ചിത്രം കൂടി നിങ്ങളുടെ മനസ്സിലുണ്ടാകണം. കഴിഞ്ഞ ദിവസം അവസാനം പുറത്തു വന്ന വാർത്ത തിബോ റയലിൽ കരാർ പുതുക്കുന്നു എന്നതാണ്. 33 വയസ്സുകാരനായ തിബോ 2 വർഷത്തേക്കാണ് കരാർ പുതുക്കുന്നത്. റയൽ 30 പിന്നിട്ട താരങ്ങൾക്ക് സാധാരണ ഓരോ വർഷത്തെ കോൺട്രാക്റ്റാണ് നൽകാറുള്ളത്. ആർക്കും നൽകിയിട്ടില്ല എന്നല്ല, ക്രിസ്ത്യാനോ, മോഡ്രിച്ചൊക്കെ പോലെ ചില താരങ്ങൾക്ക് അത് നൽകിയിട്ടുണ്ട്. ആ ഒരു പട്ടികയിലേക്കാണ് തിബോയും വരുന്നത്. ആരായിരിക്കും റയലിൻ്റെ എക്കാലത്തെയും മികച്ച ഗോൾ കീപ്പർ? പല പേരുകളും നിങ്ങളുടെ മനസ്സിലേക്ക് വന്നേക്കാം. പക്ഷെ കണക്കുകളിലൂടെ ഒന്ന് സഞ്ചരിച്ചാൽ നിശ്ചയമായി നിങ്ങൾ അതിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ തന്നെ തിബോയെ കണ്ടേക്കാം.